ഹായ് ഡൂഡ്. ഹായ് ഡൂഡ്. ഏതവൻ? ബോസ് ഇതാരപ്പോ പുറത്തേക്ക് പോയത്? നമ്മുടെ ഏജന്റ് 010. 00 മിഡിൽ 1. അയ്യേ, അയാളാ ബസ് സ്റ്റാൻഡിൽ ഭിക്ഷാടനം നടത്തുന്ന ആളല്ലേ? അതെ, പക്ഷെ നമ്മുടെ ഏജന്റ് കൂടിയാണ്. അയ്യേ ബോസെ, കഷ്ടം. നമ്മുടെ CD ഏജന്റ് നെറ്റ്വർക്ക് കണ്ടില്ലേ? സുഖകരമായ കേസ് അന്വേഷണത്തിന് ചില ഊള വഴികൾ ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ബോസ് പറ. ഇന്നു മുതൽ നീ അന്വേഷിക്കുന്നത് ഈ കുട്ടിയെ കുറിച്ചായിരിക്കും. കൊള്ളാലോ. ഇങ്ങടാ നീ. ഏത്? ഈ കുട്ടിയോ? നല്ല കുട്ടിയാണല്ലോ. ഈ കുട്ടി ആ കുട്ടിയല്ല. ഈ കുട്ടി എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എല്ലാ വിവരങ്ങളും എന്നെ വിളിച്ചറിയിക്കണം. ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. ഓക്കെ മൈ ബോയ്? ആ ഓക്കെ ഓക്കെ, കൊള്ളാം. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. എന്തുട്ടി കാണിക്കണ? നല്ല സൂപ്പർ കൈയായിരുന്നു. മെസ്സി ജോക്കറാണോ? വീട്ടിട്ടുറക്ക. എടാ നീ ആ ചീട്ടിട്ട് കൊടുത്തേ. കിരീടം. നിർത്ത് വണ്ടി നിർത്ത്. എന്താ വണ്ടി നിർത്താൻ? ആരത്? എന്റെ അമ്മയുടെ മോളാ. ഞാൻ പോരാ. എക്സ്ക്യൂസ് മീ, ഗാന്ധി റോഡ്. നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് റൈറ്റ്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് സ്ട്രേറ്റ് പോയാൽ മതി. എനിക്കറിയാട്ടാ. നിനക്കറിയില്ല സ്ഥലം? എനിക്കിഷ്ടായി. നിനക്ക് നാണാവില്ലേ ഇപ്പം പിള്ളേരെ പിന്നാലെ? മാർട്ടി, നിനക്ക് എന്നെ ഇഷ്ടാണോടാ? പിന്നെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവം കൊച്ചാടാ. അത് നല്ല ഇടി കിട്ടുമ്പോ പഠിക്കും. ഒരു ജാതിയും മതവും ദൈവം മനുഷ്യരെന്ന് നമ്മെ പഠിപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ എന്താ ഇങ്ങനെ? കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. 3, 4, 2, 1. ഹായ് ഡൂഡ്. എന്തോ താനെന്താ ഇവിടെ? എനിക്കിന്ന് ഇവിടെ അല്ലേ ഡ്യൂട്ടി. എന്ത് ഡ്യൂട്ടി? മറ്റേ അന്വേഷണം ഞാൻ വന്നാണ്. ഏതാ? ഡ്യൂട്ടിന്റെ ഫ്രണ്ടാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ. ഹലോ. താൻ ഇങ്ങോട്ട് വന്നേ. ഈ കേസിന്റെ എക്സ്ക്യൂസ് മീ, ആ ഫോൺ ഒന്ന് തരുമോ? ഒരു കോൾ ചെയ്യാനാ. താങ്ക് യു. കേക്ക് ഡൂടെ. ഞാൻ പറഞ്ഞ ആ കേസിലെ പെണ്ണാണ് ഈ പെണ്ണ്. യു കോള് കിട്ടുന്നില്ല. ആദ്യം ഒന്ന് പോയി കുളിക്ക്. 3 മാസം മുമ്പ് ഞാൻ കുളിച്ചതാണ് ഡൂടെ. ഇനി കുളിച്ച് എനിക്ക് പനി വരും, അതുകൊണ്ടല്ലേ. ഇതെന്ത് സംഭവം? ഇവരൊക്കെ ഏതാ? ഓട്ടോ പോട്ടെ. പോവാണോ? എടാ പോട്ടേന്ന്. നിനക്ക് നാണാവില്ല ഈ അമ്മായിമാരെ പിന്നാലെ നടക്കാൻ? ആ ഒരു സ്ത്രീ ആയിട്ട് അവരുടെ ജോലിയിൽ ആ ചില മോശം വഴിയോടെ ആ സഞ്ചരിക്കേണ്ടി വരും. മനസ്സിലായോ? നീ വണ്ടി എടുക്ക്. നീ പിന്നാലെ വിട്. വേഗം പോട്ടെ പോട്ടെ. അമ്പടി
കാണിച്ചാലേ ആരത് ആരെങ്കിലും ഉണ്ടോടാ ചോദിക്കാൻ? കുറച്ച് നാളായി കൈകാലൊക്കെ ഒന്ന് നനക്കട്ടെ. വെറുതെ കഴിക്കാൻ എന്ത് രസല്ലേ. ആ അതെ പറഞ്ഞു. എന്തേ വാസേട്ടൻ വേണ പ്രശ്നാടാ. എന്നും ചേച്ചിനെ തല്ലുക. ആരെന്ന്? ചേച്ചീന്. എൻ്റെ ഒരു ചേച്ചി. വാടാ പോയി നോക്കാം. ഞാനെങ്ങൂല. വാടാ ചാർലി. ഞാൻ ഇല്ല ഒന്നേ. വാന്ന്. നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തിനാ? ഞാനും വരും. പിള്ളേരെ പിടുത്തക്കാരൻ കേട്ടാ. നീ വാടർക്കാ. ചേട്ടനൊന്ന് കുളിക്കണായിരുന്നല്ലോ. വെള്ളം ചൂടാക്കണ കൂട്ടാ. എന്നാലും വേണ്ടായിരുന്നു. ശാപം കിട്ടും. സുമേച്ചൊരു പാവാ. പാസ് ഭയങ്കര കൂടായിപ്പ. വെറുതെ കൈ ചീത്തേ. ഡൗട്ട് അടിക്കൂ. ഒന്ന് പോടാ അവിടെ നിന്ന്. ആ ഞാൻ പോവാ. ഇല്ലെങ്കിലേ എന്നെ ഡൗട്ട് അടിക്കും. ഇങ്ങോട്ട് നോക്കണേ. ഓഹോ, നിന്നെ കൈ കിട്ടിയാലുണ്ടല്ലോ ചവിട്ടി കൂട്ടും ഞാൻ. ആഹാ, എന്നിട്ടോ നോക്കണേ. അയ്യോ എന്റെ സുമ വീണേ, ഓടി വരണേ. അയ്യോ അയ്യോ ഓടി വരണേ. അയ്യോ ഇതൊക്കെ നോക്കിട്ട് പേടിയാണ്. അയ്യോ അയ്യോ ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ. നോക്കിട്ടാണ് പേടിയുള്ളൂ. അയ്യോ ഓടി വരണേ. ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ. നമ്മുടെ കണ്ടിച്ചാടി ഇട്ടുകൊടുക്കത്. അയ്യോ ഓടി വായോ, ആരെങ്കിലും ഓടി വായോ. അയ്യോ നാട്ടുകാരെ ഓടി വായോ. മെസ്സി കണ്ടിച്ചാടി ഓടി വാ, രക്ഷിക്കണേ. എന്തിനാണ് മോനെ നീ വല്ല പിള്ളേർക്ക് വേണ്ടി കെട്ടി ചാടിയത്? അയ്യോ എന്തൊരാ ആഴത്. എന്താ വിശേഷം? ബർത്ത്ഡേയാണോ? അല്ല, പുതിയ ഷടിയൊക്കെ ഇട്ടുണ്ടല്ലോ. കുറച്ചുകൂടി പൊക്കി കുത്തുறது. എന്നാലും 4 രൂപ ആണല്ലോ. ആണോ? കുത്തരേ ആൾക്കാർ കണ്ട് കൊതിക്കട്ടാ. കൊതിക്കൂ. പിന്നെ
എന്റെ അമ്മ വലിയ ബഹുമാനൊന്നും വേണ്ട. എന്റെ അമ്മോ പുതിയ സൈക്കിളൊക്കെ മേടിച്ചാ ക്ലാസ് വിട്ട് പറ്റേടാ, നിനക്കുള്ള വെച്ചുണ്ട് വെച്ചിട്ടാ നീ കേറാ. ദൈവന്മാരെ ഡേഞ്ചറാ അപ്പൊ ഏക്കാം ഇവന്മാർക്ക് അറിയാനേ സ്കൂൾ വിട്ട് വരട്ടെ, തരാട്ടെ ഞാൻ. ഇവന്മാർക്ക് മോശം. കണ്ണാഹന്റെ മുരളിക കേൾക്കുമ്പോൾ പാട്ടുണരും. ഹായ് ഡ്യൂഡ്, എന്താ ഇവിടെ? ഞാൻ ഇവിടെ സ്റ്റുഡിയോ വരെ ചുടി വന്നു. വന്നാൽ ഇതുതരാ. ഇതെന്റെ ഫ്രണ്ടാ. ആണോ? ഞാൻ കെട്ടിത്തരാം. വിട്. ഞാൻ കെട്ടിത്തരാം. ആരാ ഇത്? ആ ചാർലിയുടെ കൂടെ വർക്ക് ചെയ്യും. കൊച്ചു കള്ളൻ. നടക്കട്ടെ നടക്കട്ടെ. എന്തോ ഒരു തട്ടിപ്പ് മണക്കുന്നുണ്ടല്ലോ. ഡി ചക്കരെ, നിന്റെ കല്യാണം ഉറപ്പിച്ചു അല്ലേ? ഡി സത്യമായിട്ടും ഞാനല്ലാണ്ട് വേറൊരുത്ത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഇവിടെ തൂങ്ങി ഞാൻ ചാവും. പിന്നെ ചേട്ടായി വരുമ്പോ ഞാൻ പറയാം. അളിയനോട് ഞാൻ പറഞ്ഞോളാം.